ക്രിസ്മസ് ആണ്, ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളാണ്, ക്രിസ്മസിൻ്റെ ലൈറ്റിങ്സ് ആണ്, ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് നമുക്ക് വരുന്നത്. ഞാനോർത്ത് തീർന്നു, ഞാൻ മരിച്ചെന്ന് തന്നെ ഞാൻ ഓർത്ത്. ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ഒരു ഇത്രയും ബെറ്റർ ആകുന്നത്. നമസ്കാരം. ക്രിസ്മസ് ആണ്, ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളാണ്, ക്രിസ്മസിൻ്റെ ലൈറ്റിങ്സ് ആണ്, ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് നമുക്ക് വരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസിന് നേരെ കോട്ടയത്ത് വന്നു. കോട്ടയത്ത് കാരിത്താസിൽ ഇഷ്ടംപോലെ ലൈറ്റിങ്സും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ലൈറ്റ്സ് ഒന്നും ഇടാനുള്ള സമയമായില്ല, ലൈറ്റൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ ഡോക്ടർ വൈശാഖനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി, അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പം ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളുടെ കൂടെ കുറച്ച് ഹെൽത്ത് ടോക്സ് കൂടെ ആവാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ക്രിസ്മസും ഉണ്ട്, ഹെൽത്ത് ടോക്സും ഉണ്ട്. വാ. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കാണാനായിട്ടാണ് കാരിത്താസിലേക്ക് വന്ന് അന്നേരം ഡോക്ടർ വൈശാഖിനെ പരിചയപ്പെട്ടു. ഡോക്ടറെ നമസ്കാരം, സുഖമായിട്ടിരിക്കുന്നോ? ഡോക്ടറെ, ഞങ്ങൾ കാഷ്വലായിട്ട് കുറേ സംസാരിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞ സമയത്ത് ഇങ്ങനെ കൈ വിറയ്ക്കുന്ന കാര്യവും അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഡിസോർഡറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു. പാർക്കിൻസൺസ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു എയിൽമെൻറ്റ് അല്ലേ, അത് ശരിക്കും ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്താവുന്ന ഒരു അസുഖമാണോ? ഈ മൂവ്മെൻറ്റ് ഡിസോർഡർ, പാർക്കിൻസൺ, ഇതെല്ലാം വളരെ ബ്രോഡായിട്ടുള്ള ടേംസാണ്. നമുക്ക് ന്യൂറോളജിയിൽ തന്നെ ഇപ്പം പല സബ് സ്പെഷ്യാലിറ്റീസ്, അതായത് ഓരോരോ രോഗങ്ങളെ പറ്റി വിശദമായി പഠിക്കുന്ന ഒരു പരിപാടി എല്ലാം നിങ്ങൾ കാർഡിയോളജിയിലെ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോഫിസിയോളജി, റിതം ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ന്യൂറോളജിയിലെ ഒരു വിഭാഗം രോഗങ്ങളാണ് ഈ ചലന സംബന്ധമായ ലക്ഷണങ്ങൾ. അതിനകത്തുള്ള കുറയുന്ന ഒരു രോഗലക്ഷണത്തെയാണ് നമ്മൾ പാർക്കിൻസോണിസം എന്ന് പറയുന്നത്. ആ പാർക്കിൻസോണിസത്തിൻ്റെ ഏറ്റവും സാധാരണമായ കാരണം പാർക്കിൻസൺ രോഗം, അതാണ് നമ്മൾ സാധാരണ കാണുന്ന ഈ വിറയൽ ഒരു ലക്ഷണമായിട്ട് വരുന്നത്. പക്ഷേ എല്ലാ പാർക്കിൻസൺ രോഗികൾക്കും വിറയൽ ഉണ്ടാവണമെന്നില്ല. വേഗതക്കുറവാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. വേഗതക്കുറവ് പല രീതിയിൽ കാണാം. ഇപ്പോൾ കൈയുടെ വേഗതക്കുറവാണെങ്കിൽ ഷേവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരാം, ഭക്ഷണം കഴിക്കാൻ സ്ലോ ആവാം, ഡ്രസ്സ് ഇടാൻ സ്ലോ ആവാം, നടത്തം സ്ലോ ആവാം. അങ്ങനെ പല രീതിയിലുള്ള വേഗതക്കുറവ് ഒരു പ്രധാന ലക്ഷണമായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഈ പാർക്കിൻസൺ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേഗതക്കുറവ് ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങുകയാണെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ് അല്ലേ? അതെ. പാർക്കിൻസൺ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഈ വേഗതക്കുറവും കൈവിറയലും ഒക്കെ പല രോഗങ്ങളുടെ ലക്ഷണമായിട്ട് വരാം. പാർക്കിൻസൺ രോഗത്തിലും അത് കാണാറുണ്ട്. അപ്പോൾ അത് പാർക്കിൻസൺ രോഗമാണോ അതോ മറ്റേതെങ്കിലും ഒരു രോഗമാണോ എന്ന് തിരിച്ചറിയാൻ ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ് എപ്പോഴും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ബ്രോഡർ ടേമാണെന്ന് ഡോക്ടർ പറഞ്ഞു തന്നു. എന്നാലും നമ്മൾ ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന അസുഖത്തിന് ഒരു ചികിത്സയുണ്ടോ? അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവും? പാർക്കിൻസൺ രോഗം നമ്മൾ നോക്കുവാണെങ്കിൽ അതൊരു ചെറിയൊരു അസുഖമല്ല. ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ പോലെ ഒരാളുടെ ജീവിതദൈർഘ്യം മൊത്തം അവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പക്ഷേ മറ്റ് രോഗങ്ങളെ വെച്ച് അപേക്ഷിക്കുമ്പോൾ പാർക്കിൻസണിൽ നമ്മൾ പറഞ്ഞല്ലോ, ആ വേഗതക്കുറവും വിറയലുമാണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ മോശമാക്കുന്നത്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും. അതായത് അവരുടെ സ്ലോനെസ് ഇമ്പ്രൂവ് ചെയ്യുക, വിറയൽ മാറുക. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് ജോലിക്ക് പോകാനും അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടാനും പറ്റും, പ്രൊവൈഡഡ് പ്രോപ്പറായിട്ടുള്ള ചികിത്സ. അത് മരുന്നിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അതല്ല മറ്റെന്തെങ്കിലും രൂപത്തിലാണെങ്കിൽ അങ്ങനെ. അപ്പം നിങ്ങൾ ചോദിച്ചതുപോലെ ഈ പാർക്കിൻസൺ രോഗം ഒരിക്കലും ഒരു പോയിന്റ് തുടങ്ങുന്നതല്ല. അതിന് മുമ്പേ തന്നെ കാണുന്ന ലക്ഷണങ്ങളുണ്ട്. പലർക്കും തോൾവേദന കാണാറുണ്ട്, ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ്, ഉറക്കത്തിൽ സംസാരിക്കുക, മണം അറിയാനുള്ള പ്രയാസം, മലബന്ധം, അങ്ങനെ പല രോഗലക്ഷണങ്ങളും ഈ ചലന സംബന്ധമായ വേഗതക്കുറവ് തുടങ്ങുന്നതിന് 10-15 വർഷം മുമ്പ് തന്നെ കാണുന്ന രോഗികളുണ്ട്. അപ്പോൾ അത്രയും മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രോഗമാണ് അത്. നമ്മുടെ ശരീരത്തിൽ ആ ഒരു അസുഖത്തിൻ്റെ ഒരു ഇത് മുമ്പോട്ട് വരുന്നതിനനുസരിച്ച് രോഗലക്ഷണങ്ങൾ പുതുതായി വന്നുകൊണ്ടേയിരിക്കും. ഡോക്ടർ, ഈ മരുന്ന് ചികിത്സയും മറ്റ് ചികിത്സകളെന്നും പറഞ്ഞില്ലേ? ഈ മറ്റ് ചികിത്സകൾ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഈ തിരുമല വല്ലതും ആണോ? തിരുമലിന് പോകുന്നവരുണ്ട് കേട്ടോ. തിരുമലിന് നമ്മൾ മരുന്ന് കൊടുത്തിട്ട്, ഈ കഴിഞ്ഞ ദിവസം ഒരു രോഗി ഉണ്ടായിരുന്നു, മരുന്ന് കൊടുത്തു, അത് കഴിഞ്ഞ് അവർ 1.5 ലക്ഷം രൂപയോളം ചിലവാക്കി തിരുമാൻ പോയി, ഒരു പ്രയോജനം കിട്ടാതെ തിരിച്ചു വരുന്നവരും ഉണ്ട്. പക്ഷെ നമ്മൾ തിരുമലല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴും മോഡേൺ മെഡിസിൻ എപ്പോഴും ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചികിത്സ, അതായത് രോഗികൾക്ക് ഡെഫിനറ്റ്ലി ഗുണം കിട്ടുമെന്ന് ഉറപ്പുള്ള ചികിത്സകളാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പം പഠനങ്ങളിൽ കൂടി എന്ത് തെളിയിച്ചോ അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അതാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ പാർക്കിൻസൺ രോഗികൾക്ക് രോഗത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഈ തലച്ചോറിലൊരു കെമിക്കലിൻ്റെ കുറവ് കൊണ്ടാണ് ഈ അസുഖം വരുന്നത്. ഡോപ്പമിൻ എന്നാണ് അതിന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ഗുളിക രൂപത്തിൽ ഇവർക്ക് ടാബ്ലറ്റായിട്ട് കൊടുക്കുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് 5, 6, 7, 8 വർഷം കഴിയുമ്പോഴത്തേക്ക് എല്ലാ രോഗികൾക്കും ഈ ഗുളിക കഴിച്ചാൽ കുറച്ച് നേരം നല്ല ഗുണമായിരിക്കും.
ആ ഗുളികയുടെ ഗുണം പോകുമ്പോഴത്തേക്ക് ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ തിരിച്ചു വരും. ആ രോഗലക്ഷണം തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് എഴുന്നേറ്റ് നടക്കാനോ സ്വന്തം കാര്യം ചെയ്യാനോ പോലും പറ്റില്ല. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ എത്ര സമയം അവർ ഈ ഗുണമില്ലാത്ത അവസ്ഥയും ഗുണമുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ബാധിക്കും. ഇപ്പം ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ രാവിലെ 10 മണിക്ക് ഗുളിക കഴിച്ചു, 11-12 മണിയാകുമ്പോൾ ഗുളിക തീർന്നു, 12:30ക്ക് അടുത്ത പീരീഡിന് പോകണം, എന്ത് ചെയ്യും? അവർ ബുദ്ധിമുട്ടാണ്. അവർക്ക് ആ സമയത്ത് നടക്കാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിലേക്ക് അവരൊരു കാലഘട്ടം കഴിയുമ്പോൾ എത്തും. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പഠനങ്ങളിൽ കൂടെ തെളിയിച്ച ഒരു ചികിത്സയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നല്ലേ പറഞ്ഞേ? അതെന്താ, നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ? അല്ല, അങ്ങനെയല്ല. ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നുള്ള വാക്ക് തന്നെ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, അതായത് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. അപ്പോൾ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ, ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ഈ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ രോഗലക്ഷണം വരുന്നത് ഈ ഡോപ്പമിൻ്റെ അളവ് കുറയുകയും തലച്ചോറിൽ അബ്നോർമലായിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മളതിനെ സപ്രസ് ചെയ്യാൻ, അതിനെ കുറച്ച് വയ്ക്കാനും അത് കുറയ്ക്കുന്ന മൂലം രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനുമായിട്ട് നമ്മൾ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതൊരു സിംഗിൾ സ്റ്റെപ്പ് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല, അതൊരു ലോങ് പ്രോസസ്സാണ്. ആദ്യം നമ്മൾ ഈ ഒരു രോഗിയെ കാണുമ്പോൾ ഇവർക്ക് നമുക്ക് ഈ DBS ചെയ്യുന്നത്, ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ എന്ന് അസസ് ചെയ്യും. അവർക്കത് ചെയ്താൽ ഗുണം കിട്ടാൻ സാധ്യതയുണ്ടോ, അവർക്കത് ചെയ്യുന്നതിനുള്ള കോൺട്രാ ഇൻഡിക്കേഷൻ, ഇപ്പോൾ ഓർമ്മക്കുറവോ ആഹാരം ഇറക്കാൻ പ്രയാസം അല്ലെങ്കിൽ വീഴ്ചകൾ, ഇതൊക്കെ ഉള്ളവർക്ക് നമ്മൾ സാധാരണ DBSലേക്ക് പോകാറില്ല. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഈ പ്രൊസീജിയറിന് മുമ്പ് നമ്മൾ അവരെ ഈ ഇതിനെല്ലാം ഫിറ്റാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം നമ്മളൊരു ഒരു ചെറിയൊരു പ്രൊസീജിയർ, ഒരു കീ ഹോൾ പ്രൊസീജിയറിൽ കൂടെ 2 ചെറിയ വയറുകൾ നമ്മൾ ബ്രെയിനിലൊരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി പിടിപ്പിക്കുകയും അത് നെഞ്ചിൽ വെക്കുന്ന ഒരു പേസ് മേക്കറുമായിട്ട് ആ വയറിനെ നമ്മൾ കണക്ട് ചെയ്യും. ഇതെല്ലാം തൊലിയുടെ അടിയിൽ കൂടെയാണ്, പുറമേ ഒന്നും കാണില്ല. നിങ്ങൾക്ക് DBS കഴിഞ്ഞ ഒരാളെ കണ്ടാൽ അവരിത് ചെയ്തിട്ടുണ്ടാവുമെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല പലപ്പോഴും. അപ്പോൾ നമ്മൾ ആ വയറിൽ കൂടെ കണക്ട് ചെയ്യും. ആ വയറിൽ നിന്ന്, ആ ബാറ്ററി നിന്നുള്ള ചെറിയ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുകയും ചെയ്യും. അതാണ് ആ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. അപ്പോൾ ബാറ്ററി കൊണ്ട് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സർജറി തന്നെയാണല്ലേ? ഇതിനെ ഒരു സർജറി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ഘട്ടം ഘട്ടമായി ചെയ്യുന്ന ഒരു ചികിത്സയാണ്. ആ ചികിത്സയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഈ വയർ വെക്കുന്ന ഒരു പ്രൊസീജിയർ. അത് നമ്മൾ ബ്രെയിൻ തുറന്നിട്ടുള്ള ഒരു പരിപാടിയോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ 1 സെൻറ്റിമീറ്റർ വ്യാസമുള്ള, 1 സെൻറ്റിമീറ്റർ എത്രയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, 1 സെൻറ്റിമീറ്റർ വ്യാസമുള്ള 2 ചെറിയ ഹോളുകൾ നമ്മൾ ബ്രെയിനിലിടും. നമ്മൾ പല ഇപ്പം സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്നൊക്കെ പറഞ്ഞുള്ള ചില ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഡ്രെയിൻ ചെയ്യാൻ ഒരു ചെറിയ ഹോളിടും. അതുപോലെ ഉള്ളൂ, ഒരു ചെറിയ ഹോളിടുകയും നമ്മൾ ബ്രെയിനിൽ ഈ ഒരു വയർ, കുറച്ച് ചെറിയ മില്ലിമീറ്റർ മാത്രം വ്യാസമുള്ളൂ, റീഫിലിനേക്കാൾ തിന്നായിട്ടുള്ള ഒരു വയർ നമ്മൾ ബ്രെയിനിൽ വെക്കുകയേ ചെയ്യുള്ളൂ. അത് അതിൻ്റെ ഒരു ഘട്ടം മാത്രമാണ്. അതിന് ഒരു കീ ഹോൾ പ്രൊസീജിയർ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ആ വയർ നമ്മുടെ ബോഡിയിൽ, ആ വയറും ഈ പറഞ്ഞ കണക്ഷൻസും എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഹൃദയത്തിന് പേസ് മേക്കർ വെക്കുന്ന പോലെയാണ്. ഓക്കെ, നമ്മുടെ ബോഡിക്ക് ഒരു സ്റ്റിമുലേഷൻ, ബ്രെയിനിന് ഒരു സ്റ്റിമുലേഷൻ, ബോഡിക്കല്ല, ബ്രെയിനിന് സ്റ്റിമുലേഷൻ. അതെ അതെ. ഈ ചികിത്സയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ പേസ് മേക്കർ വെക്കുന്ന പ്രൊസീജിയർ. അതിന് പേസ് മേക്കർ എന്നല്ല, അതിന് ശരിക്കും പറയുന്നത് IPG, ഇംപ്ലാന്റബിൾ പൾസ് ജനറേറ്റർ. നമ്മൾ പണ്ട് ഫിസിക്സിൽ പഠിച്ചിട്ടില്ല, കറണ്ടിന് പല ക്വാളിറ്റീസ് ഉണ്ട്. അതിനൊരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, മില്ലി വോൾട്ട് അല്ലെ മില്ലി ആംപിയർ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ട്, അതിൻ്റെ പൾസ് വിഡ്ത്ത് എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ സിഗ്നൽ, അങ്ങനെ കുറേ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പം ഈ ടെക്നിക്കൽ പാരാമീറ്റേഴ്സിനെ എല്ലാം നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ രോഗിക്കും എന്താണോ ആവശ്യം ആ രീതിയിൽ നമുക്ക് കറണ്ടിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്താണ്. അതെ അതെ. നമുക്ക് നമ്മുടെ ഒരു ടാബ് ഉണ്ട്, നമുക്കിത് കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആ പേഷ്യൻറ്റിന് എന്താണോ ആവശ്യം ആ രീതിയിലുള്ള കറണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു എന്താ പറയുക, എല്ലാവർക്കും വൺ സൈസ് ഫിറ്റ്സ് ഓൾ അല്ല. ഇത് ഓരോ രോഗിക്കും ആവശ്യമുള്ള രീതിയിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഒരു പ്രിസിഷൻ മെഡിസിനാണ്. അതെ അതെ. ഓരോരുത്തരുടെ ലക്ഷണം, ഇപ്പോൾ വിറയലുള്ളവർക്ക് കൊടുക്കുന്ന അതേ സാധനം ആയിരിക്കില്ല നമ്മൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും അജഗജാന്തരം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. ഈ ഒരു ഫെസിലിറ്റി നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റലാണ് ഈ ഭാഗത്തായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അതായത് കോട്ടയം, ഇടുക്കി,
തിരുവല്ല ആ സൈഡിലോട്ടൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ ഉള്ളെന്നല്ലേ പറഞ്ഞേ? ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ കരുത്താ. അല്ലെങ്കിൽ പിന്നെ കരുത്താ. അപ്പോൾ ഈ DBS ഇപ്പം പാർക്കിൻസൺ രോഗത്തെ പറ്റി നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഏത് ഘട്ടത്തിലാണ്, എവിടെയാണ്, അവർക്ക് എന്താണ് ഗുണം കിട്ടുന്നത് എന്നുള്ളത്. അപ്പം പാർക്കിൻസൺ രോഗത്തിൽ ചെയ്ത അവരുടെ വിറയൽ ഏകദേശം 90 തൊട്ട് 100% വരെ മാറി നിൽക്കും. ഇത് മരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് മാറി നിൽക്കും. ഈ വേഗതക്കുറവിന് ഒരു 50-60% സാധാരണ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് സാധാരണ ഗതിയിൽ നമ്മൾ കാണുന്നത്. വേറെ ഡിസ്റ്റോണിയ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അബ്നോർമലായിട്ടുള്ള ഈ ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്ന ജനറലൈസ്ഡ് ഡിസ്റ്റോണിയ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അതിനും ഈ DBS വളരെ ഫലപ്രദമാണ്. ഡിസ്റ്റോണിയയ്ക്ക് ഏകദേശം 80 തൊട്ട് 90% വരെയാണ് പഠനങ്ങളിൽ ഈ ഗുണം കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ ചില വിറയൽ രോഗങ്ങളുണ്ട്, എസെൻഷ്യൽ ട്രെമർ എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, മറ്റ് ഷേവിങ്, അങ്ങനെയുള്ള മൈനർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ വിറയൽ വരുന്നത്. അപ്പം ഒരു വർക്ക് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ ഈ വിറയൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബാങ്ക് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഈ വിറയൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് നമുക്ക് ഈ DBS ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ടെക്നോളജി ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ വരുന്നു. ഇപ്പോൾ പണ്ട് നമ്മളിത് അങ്ങോട്ട് കറണ്ട് കൊടുക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രെയിനിൽ. ഇപ്പം നമുക്ക് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി, അതിനകത്ത് എന്താണ് പ്രശ്നം എന്ന്, എത്രത്തോളം പ്രശ്നം ഉണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്തെടുക്കാനും അത് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ലക്ഷണമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാനും അതിനനുസരിച്ച് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒരു ഡെവലപ്പിംഗ് ഒരു പുതിയ ടെക്നോളജി. പുതിയതെന്ന് പറയാൻ പാടില്ല, 98-ലാണ് ലോകത്ത് ആദ്യത്തെ DBS നടക്കുന്നത്. അപ്പം പഴയ ഒരു ടെക്നോളജിയാണ്, പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടെ ജനകീയമായിട്ട് കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പുതുമ ആർജിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ തന്നെ പറയാം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്രിസ്മസിന്റെ സെലിബ്രേഷൻസ് ഭയങ്കര ലൈറ്റിംഗ് ആണ് കേട്ടോ. ക്രിസ്മസിന് മാത്രമല്ല, ഇവർക്കൊരു ഹോം ഡേ ഉണ്ട് അല്ലേ? അത് Jan 3 ആണ്. Jan 3 അത് ഭയങ്കര സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ആണെങ്കിലും ഫുൾ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഫാദറും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും എന്തോ സെലിബ്രേഷൻ, ചെറിയൊരു പരിപാടി, ചെറിയൊരു കുറച്ച് ഫാമിലീസ് മാത്രം, നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കുറച്ച് ഫാമിലീസിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകതരം ചികിത്സ എടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ലൈഫ് DBS കഴിഞ്ഞ് ഞാൻ ആ വാക്ക് പറയണ്ടെന്ന് വെച്ചിട്ട് പറയായിരുന്നതാണ്. അതെ, DBS ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു ഫാമിലീസും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതെ, അവരോടൊപ്പം ആഘോഷിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. എന്തായാലും ഞങ്ങളും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്ന്, അവർക്ക് സന്തോഷമാണ്, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാം. നമുക്ക് അതുപോലെ ലൈറ്റിങ്സ് ഒക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കരുത്താസിൻ്റെ ഈ വീഡിയോ, ഇവിടെ വന്നിട്ടുള്ള ആ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ്റെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നത്. ഏതായാലും ഡോക്ടറെ കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഡോക്ടർ വൈശാഖിനോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ഇവരുടെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. ക്രിസ്മസ് പ്രോഗ്രാമാണ്, ഒപ്പം എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് തന്നെ. അങ്ങനെ നമ്മളും ഒപ്പത്തിനോടൊപ്പം പോയി. അത് കഴിഞ്ഞ് ഇവരുടെ കൂടെ ബഗിയിൽ ക്രിസ്മസ് ലൈറ്റ്സ് എല്ലാം കാണാനായിട്ട് പോയി. അത് കഴിഞ്ഞ് ജോവിനെ പരിചയപ്പെട്ടു. ജോവിൻ്റെ അമ്മാവൻ മരീൻ കോളേജിൽ പഠിച്ചതാണ് അല്ലേ? അപ്പം ജോവിൻ്റെ അമ്മാവൻ്റെ ഫ്രണ്ടാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ജോവിനുണ്ട്, അതുപോലെ തന്നെ ബിനു അച്ഛനും ഉണ്ട്. അപ്പം ജോബിൻ, എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തുണ്ട് എക്സ്പീരിയൻസ്, ഒന്ന് ഷെയർ ചെയ്യാമോ? ഇതിനകത്ത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിൽക്കുന്ന ഞാൻ നേരത്തെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു, നടക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് തന്നെത്താൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയപ്പോഴാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞതും പഠിച്ചതും. അതോടുകൂടിയാണ് ഞാൻ കാരിത്താസിലേക്ക് എത്തിയത്. കാരണം കാരിത്താസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് ഇത്ര അടുത്താണ്. എൻ്റെ ഇവിടുന്ന് 20 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം അങ്ങനെ അത്ര അടുത്തൊരു ഇത് വന്നപ്പോഴത്തേക്കും, പിന്നെ അന്ന് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളില്ല. അന്ന് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ചില കാര്യങ്ങളും മെഡിസിൻ ത്രൂ നടക്കുമായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ വന്നു ഞാൻ മെഡിസിൻ്റെ പാരമ്യത്തിൽ, അതായത് സിന്തപ്പ പ്ലസ് എന്ന് പറയുന്ന മെഡിസിൻ പാരമ്യത്തിൽ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്ക് വന്നപ്പോഴാണ് ഇനി വേറൊരു മാർഗമില്ല. ചെറുപ്പം തൊട്ടേ ഒരു സൂചി എൻ്റെ ദേഹത്ത് കയറുന്ന ഇത്രയും പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. ശരിക്കും അല്ല, അതങ്ങനെ ഞാൻ ചിരിക്കുക വെച്ചാൽ, പക്ഷെ ആ ചിരി നിന്ന് പോയൊരു സമയമുണ്ട്. അതെ, ശരിക്കും ഇത് തിരിച്ചു വന്നപ്പോൾ ചിരി ഇത്തിരി കൂടിപ്പോയോന്നാണ്. അച്ഛൻ ഇവരെയൊക്കെ ഇതുപോലെ ഒന്നിച്ച് കണ്ടിട്ടുള്ള ആ അനുഭവം എന്താണ്? പിന്നെ 2ാമത്തെ വർഷമാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഇത് 2ാമത്തെ സീസണാണ്. നമ്മൾ ഒപ്പം തന്നെ പേരിട്ടേക്കാണത്. വേറെ ഒന്നുകൊണ്ടല്ല, ഈ ജോബിനെയൊക്കെ 2 വർഷം മുമ്പ് നമുക്ക് അറിയാവുന്ന ആളാണ്.
ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇപ്പോൾ മുഖത്ത് ചിരിയൊക്കെ ഉണ്ട്. ആ ചിരി വരാൻ കാരണം തന്നെ ഇങ്ങനെ ഈ അസുഖത്തിൽ നിന്ന് മാറി അദ്ദേഹം ഒരു ഹാപ്പി ആയിട്ട് പോകുന്നത്. സെയിൽസ് മാനേജറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, 2 മക്കളുള്ള ഒരു കുടുംബമാണ്. അദ്ദേഹത്തെ മുഖത്തേക്ക് നോക്കി വളരെ ചിരിയുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നു. ഞാൻ കാണുന്ന വ്യക്തികളെ പലരും ഇങ്ങനെയൊക്കെയാണ്. സ്വന്തമായിട്ട് മുണ്ടെടുക്കാൻ പറ്റുന്നില്ല, സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ പാർക്കിൻസൺസ് മൂലം ജീവിതത്തിലെ നിരാശ അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, എൻ്റെ ദൈനംദിന ജീവിത പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷനാണ് ഇങ്ങനെ സർജറി. അത് ഇവിടെ ചെയ്യണമെന്നല്ല, ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഇന്ന് ആരോഗ്യരംഗത്തുണ്ട്, മിക്ക ഹോസ്പിറ്റലുകളിലുമുണ്ട്. ഈ DBS സർജറി ഉള്ളിടത്തൊക്കെ ഇങ്ങനെ ഈ പാർക്കിൻസൺ രോഗം മൂലം വിഷമിച്ചിരിക്കുന്നവരെല്ലാം പോകണം, കണ്ട് വിദഗ്ധമായ ഡോക്ടറെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം നല്ല ശുശ്രൂഷ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാർക്കിൻസൺ രോഗത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നു ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇവരുടെ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ കാണുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം. നമുക്ക് ഇനിയും ഒരുമിച്ച് മുന്നോട്ട് പോകണം. ജോബിനെ പോലെയുള്ള ആൾക്കാരുടെ ആ മോട്ടിവേഷനും പ്രോത്സാഹനം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനാണ് പേരിട്ടേക്കണം, ഒപ്പം തന്നെ പേരിട്ടേക്കണം. ഇവിടെ ഡോക്ടറും നേഴ്സും പേഷ്യൻസും ബൈസ്റ്റാൻഡറും എല്ലാവരും ഒന്നു ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഉള്ളത്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അതുപോലെ എന്താ പറയുക, ക്രിസ്മസ് ആഘോഷമാണ്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. താങ്ക് യു. ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നതിന് വരെ അച്ഛൻ സൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞു. മെറി ക്രിസ്മസ് ഒക്കെ അതേലും നന്നായി കേട്ടോ. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ വക മെറി ക്രിസ്മസും പറഞ്ഞു, ജോവിൻ്റെയും എൻ്റെയും വക എല്ലാവരുടെയും വക മെറി ക്രിസ്മസും. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാം. ഒപ്പം എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഇപ്പോഴും പറയാറുള്ളത് നമുക്ക് ഒന്നിച്ച് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാം. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു രോഗം മാത്രമല്ല, ഏതൊരു രോഗമാണെന്നുണ്ടെങ്കിലും കാരിത്താസ് എന്നല്ല, നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ, നമുക്ക് വിശ്വാസമുള്ള ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്ത് നമ്മൾ നിരാശപ്പെട്ടിട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അന്നേരം കൺസൾട്ട് ചെയ്യുക, വിദഗ്ധരുമായിട്ട് കൺസൾട്ട് ചെയ്യുക, കറക്റ്റ് എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. തൽക്കാലത്തേക്കിന് ബൈ.